പെപ്ലം ടോപ്പ് അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിൽ കറങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു ഐറ്റം. നമുക്കതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്ന് കണ്ടു നോക്കിയാലോ. 1.5-2 മീറ്ററൊക്കെ മതി കേട്ടോ ഇത് തയ്ക്കാൻ. ആലിയ കട്ട് വരുന്ന ഒരു യോക്ക് പാറ്റേൺ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. പൊതുവേ നമ്മൾ ഈ ആലിയ കട്ടിൻ്റെ ഡിസൈനൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം അവർ കൊടുത്തിരിക്കുന്നത് ഒന്നെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വിയോ, അതും അല്ലെങ്കിൽ ഒരു കേർവ്ഡ് ആയിട്ടുള്ള വിയോ, അല്ലെങ്കിൽ ഈ വെയിൽ തന്നെ ഈ സ്കാലപ്പ് ഡിസൈനൊക്കെ വരുന്ന പോലെ ഉള്ള പാറ്റേൺസ് ആണ് കൂടുതലും നമ്മൾ കണ്ടുവരാറ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗിയും. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേസിക് ബോഡി പാറ്റേൺ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ബോഡി പാറ്റേൺ റെഡിയാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 14.5-യിലാണ് നമ്മുടെ യോക്കിൻ്റെ സെപ്പറേഷനായിട്ട് 14.5-യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ആലിയ കട്ടിൻ്റെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 11 ഇഞ്ചിലാണ് മാർക്കിംഗ് കൊടുക്കുന്നത്. ഈ അളവ് ഡിപ്പെൻസ് ആണ്, നിങ്ങൾക്ക് അതെങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എൻ്റെ പോയിൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് ഏകദേശം ഒരു 9 ഇഞ്ചൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് 11 ഇഞ്ചാണ് കുറച്ച് കംഫർട്ടബിൾ, അതുകൊണ്ട് ഞാൻ അത് മാർക്ക് ചെയ്തു. അതിനുശേഷം ബേസിക് ആയിട്ടുള്ള ഈ പേപ്പർ പാറ്റേണിനനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രണ്ടും ബാക്കും ഒരേപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. 4ആയിട്ടാണ് മടക്കി ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ഫോൾഡ് ചെയ്തിടാം. അപ്പോൾ ഈ ഷേപ്പിൻ്റെ അവിടം വരെയുള്ള ലെങ്ത് മതി നമുക്ക് ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ 14.5 ഇഞ്ച് ഉണ്ടല്ലോ, അത് ഞാനൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുന്നുണ്ട്. 14 ഇഞ്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ യോക്കിൻ്റെ ഭാഗത്തെ ലെങ്ത് വരേണ്ടത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അപ്പോൾ ഈ കാണുന്നത് ബാക്കിൻ്റെ ഭാഗമാണ്. നമ്മൾ 11 ഇഞ്ച് വരച്ചില്ലേ ഫ്രണ്ടിലേക്കുള്ള ഷേപ്പ്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ വരുമ്പോൾ ഒന്ന് ലൈറ്റായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പീസ് വേണം ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആലിയ കട്ടിൻ്റെ ആ ഒരു ഡിസൈൻ ഇഷ്ടമില്ല, സ്ട്രെയിറ്റ് മതി എന്നുണ്ടെങ്കിൽ ഫ്രണ്ടും ബാക്കും ഇതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. സെൻറ്റർ ഭാഗത്തുള്ള നോച്ചും അല്ലെങ്കിൽ നമ്മൾ തയ്യൽ വരുന്നിടത്തൊക്കെ നോച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് കുറച്ച് എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ ട്രേസിംഗ് വീൽ യൂസ് ചെയ്താലും മതിയേ. തയ്യൽ എവിടെയാണോ വരുന്നത് അവിടെ കൂടെ ട്രേസിംഗ് വീൽ യൂസ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് വശം ഇതേപോലെ എടുത്തിട്ട് നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്ന മാർക്കിങ്ങിൽ കൂടെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്രണ്ട് ആമോൾ കുഴിച്ച് വെട്ടണം. ക്രോസ് ഫ്രണ്ട് അനുസരിച്ച് വേണം വെട്ടാൻ. അതൊരു 3/4 ഇഞ്ച് വരെയൊക്കെ കുഴിച്ച് വെട്ടുവാണെങ്കിൽ കുറേയൊക്കെ പേർക്ക് കറക്റ്റ് ആയിരിക്കും. എങ്കിലും ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഫ്രണ്ട് പീസ് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇവിടെ കട്ടായി പോയിട്ടുള്ള ഒരു വി ഷേപ്പ് ഉണ്ടല്ലോ, ഏകദേശം അതൊരു 3.5 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പം അതും കൂടെ ചേർത്ത് വേണം നമ്മൾ ഈ ഗ്യാതറിങ് ഉള്ള പീസ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതെങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കും ഒരു 25 ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന ഒരു ടോപ്പാണെന്ന് വിചാരിക്കുക. അതിലിപ്പോൾ നമ്മൾ 14 ഇഞ്ച് വരെയാണ് ഷേപ്പിൻ്റെ കട്ടിങ് കൊടുത്തിട്ടുള്ളത്. യോക്ക് പീസ് നമ്മൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ 25-ന് നമ്മൾ 14 കുറയ്ക്കുമ്പോൾ 11 ഇഞ്ച് കിട്ടുമല്ലോ. അപ്പോൾ ഈ 11 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പും വേണം. ഒന്ന് യോക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ടുള്ള 1/2 ഇഞ്ചും പിന്നെ എക്സ്ട്രാ 1 ഇഞ്ച് മടക്കി അടിക്കാനായിട്ടും. അപ്പോൾ നമുക്ക് 12.5 കിട്ടുമല്ലോ. അപ്പോൾ ഈ 12.5 വേണം നമുക്ക് ബാക്ക് സൈഡിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും ഈ കോണിച്ച് വെട്ടിയില്ലേ, അതും കൂടെ എക്സ്ട്രാ കയറ്റി വേണം നമുക്ക് പീസിനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് താഴത്തെ ഫ്രില്ലിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൽ നമ്മൾ 12.5 എടുക്കുമ്പോഴത്തേനും നമ്മൾ ആ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ആ 3.5 ഇഞ്ചിൻ്റെ ഒരു പീസിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലെ പീസ് അതോടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പീസിലേക്കുള്ള ഗ്യാതറിങ്ങിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 12.5 + 3.5 = 16 ഇഞ്ച്. അപ്പോൾ ഇനി ഇതെങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഫോൾഡഡ് സൈഡ് ഇതാണ് ഓപ്പൺ സൈഡ്. ഞാൻ 2ആക്കി മടക്കിയാണ് ക്ലോത്ത് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഈ 2ആക്കി മടക്കിയിട്ടുള്ള ഈ ക്ലോത്ത് നമ്മുടെ ഫ്രണ്ട് പീസിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാൻ ഇവിടെ വലതുവശത്ത് ഓപ്പണിംഗ് വരുന്നിടത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 3.5 ഇഞ്ച് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഫോൾഡ് വരുന്നിടത്തു നിന്ന് ഇവിടേക്ക് ചരിച്ച് ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം വേണം നമ്മൾ ഗ്യാദർ ചെയ്ത് ഈവനാക്കി കൊടുത്ത് നമ്മൾ ഫ്രണ്ട് പീസിലേക്ക് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ടോട്ടൽ 16 ഇഞ്ച് ലെങ്തിൻ്റെ ആ ലൈന് നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ മാർക്കിങ്ങിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. യോക്കിൻ്റെ ഭാഗം അതെ, ഫ്രില്ല് കൊടുക്കുന്ന ഭാഗം അതെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് വെച്ചും കൂടെ ഒന്ന്
കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബേസിക് ബോഡി പാറ്റേണിൻ്റെ ഒരു ചാർട്ട് നിങ്ങൾ വരച്ച് വെക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ഡിസൈൻസിലെല്ലാം നമുക്കത് യൂസ് ആകുന്നതാണ്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുക, നെക്ക് കട്ട് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് കമ്പാരിറ്റീവ്ലി കട്ടിങ്ങിനേക്കാളും എളുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ പീസെല്ലാം ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സംഭവമൊക്കെ അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ക്യാൻവാസ് ഫിനിഷ് ചെയ്ത് സൈഡൊക്കെ നമ്മൾ അടിച്ചെടുക്കണം. അതൊക്കെ ആദ്യമേ ചെയ്ത് വെക്കുക. ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ ഒരേപോലെ കട്ട് ചെയ്യുമ്പോഴത്തേനും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം, ആം ഹോൾ കുഴിച്ച് വെട്ടണം കേട്ടോ. നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആം ഹോൾ കുഴിച്ച് വെട്ടിയില്ലെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തെങ്കിലും കുഴിച്ച് വെട്ടണം. ക്യാൻവാസിൻ്റെ സെൻറ്ററും ബോഡി പീസിൻ്റെ സെൻറ്ററും നെക്ക് തമ്മിൽ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം എങ്ങനെയാണോ നെക്കിൻ്റെ നമ്മൾ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നെക്കിൻ്റെ കട്ടിങ്, അതിൻ്റെ സ്റ്റിച്ചിങ്, അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ പ്രീവിയസ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും എനിക്ക് അപ്പം ഓർമ്മ വരുന്നത് ഞാനിങ്ങനെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഞാൻ വീഡിയോസിൻ്റെ ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ആയിട്ടായിരിക്കും ചെറിയ ചെറിയ പോയിൻറ്റ്സ്, ആ ചെറിയ ചെറിയ പോയിൻറ്റ്സാണ് ആക്ച്വലി നമ്മുടെ ഔട്ട്ഫിറ്റിനെ ഒരു പ്രോ ലെവലിലേക്ക് എത്തിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, നമ്മുടെ ചാനൽ കൂടുതൽ ആൾക്കാരും കാണുന്നത് ഒരു പ്രൊഫഷണൽ വേയിൽ എന്നാൽ വീട്ടിലിരുന്ന് തയ്യൽ പഠിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് കൂടുതലും. ഇനി നിങ്ങൾ കണ്ടു, മനസ്സിലാക്കി, അതെവിടെയെങ്കിലും എഴുതി വെച്ചു, അതനുസരിച്ച് പഠിച്ചു എന്ന് മാത്രമല്ല, അത് ഒരു ക്ലോത്തിൽ നിങ്ങൾക്കായിട്ടെങ്കിലും നിങ്ങൾ തയ്ച്ച് നോക്കണം, ചെയ്ത് നോക്കണം. അത് ശരിയാകുന്നുണ്ടോ, ആ മെത്തേഡ് കറക്റ്റ് ആവുന്നുണ്ടോ. ഞാൻ ഇപ്പോഴും 10 വർഷമായി ഞാൻ തയ്ക്കാൻ തുടങ്ങിയിട്ട്, എന്നാൽ കൂടെ ഞാനും ഇപ്പോഴും ഓരോരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലെല്ലാം കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ട്രിക്കുകളുണ്ട്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളുണ്ട്. നമ്മുടെ ഇവിടെ നോർത്ത് ഇന്ത്യൻ ചേട്ടന്മാർ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഈശ്വര ഇങ്ങനെയും പറ്റുമോ, അതുപോലെ ചില കട്ടിങ്ങൊക്കെ കാണുമ്പോൾ ഇത് ഇത്രയേ ഉള്ളായിരുന്നോ, ഞാനൊക്കെ എന്ത് പാടുപെട്ടാണ് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ ജോർജറ്റ് പോലുള്ള മെറ്റീരിയലൊക്കെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് നല്ല പാടുള്ള കാര്യമാണല്ലോ നമ്മളെ സംബന്ധിച്ച്. പക്ഷേ ഇവരൊക്കെ ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ട്രിക്ക് കണ്ടപ്പോഴാണ് ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം, വീട്ടിലിരുന്ന് തയ്യൽ പഠിക്കുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ പ്രൊഫഷണൽ ലുക്ക് നിങ്ങളുടെ ഔട്ട്ഫിറ്റിൽ പുറത്തിറങ്ങി നിങ്ങൾ നടക്കുമ്പോൾ ഇതെവിടുന്നാണ് മേടിച്ചേ എന്ന് ചോദിക്കണം. അതുമല്ലെങ്കിൽ ഇത് ആരാ തയ്ച്ചേ, നിങ്ങൾ ഏത് ബുട്ടിക്ക് കൊടുത്താൽ തയ്പ്പിച്ചേ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരണം. ആ രീതിയിലേക്ക് നമ്മുടെ ഡ്രസ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഈ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. ഷോൾഡർ സ്ലോപ്പ്, എക്രോസ് ഫ്രണ്ട്, പോയിൻ്റ് ലെങ്ത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ടൈലറിങ് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അത് ഈസിയാണ് താനും. ഇപ്പം പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ മാത്രം അത് ഫോളോ ചെയ്യുക. സെറ്റായില്ലേ, ഓക്കെ, ലീവ് ഇറ്റ്. ഏതാണോ നിങ്ങൾക്ക് സെറ്റായി കിട്ടുന്ന മെത്തേഡ് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ആളിങ്ങനെ മാറ്റിയും തിരിച്ചും മെത്തേഡ്സുകൾ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഒരാൾക്ക് ആ മെത്തേഡ് കറക്റ്റ് ആവുമായിരിക്കും, പക്ഷെ വീണ്ടും നിങ്ങൾ മെത്തേഡ് മാറ്റുമ്പോൾ ആ കസ്റ്റമറിന് ചിലപ്പോൾ അത് സെറ്റായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സെറ്റായ മെത്തേഡ് ഫോളോ ചെയ്യുക. അതിപ്പോൾ എൻ്റെതെന്നൊന്നുമില്ല, ആരുടെ ആണെങ്കിലും, ആരുടെ വീഡിയോ കണ്ടല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിച്ച കാര്യമാണെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് തന്നെ കീപ്പ് ഓൺ ചെയ്യുക. അപ്പം ബൈ ദ ബൈ നമ്മളിവിടെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും നെക്ക് ഇതേപോലെ കറക്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടു കാണുമല്ലോ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ക്യാൻവാസിൻ്റെ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്തു, ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്തു, പിന്നെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തു, ടേൺ ചെയ്തു. അയൺ ചെയ്താലേ അതിൻ്റെ ഫിനിഷിങ് വരുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഇനിയുള്ള പീസെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗ്യാദേഴ്സ് കൊടുക്കുന്നില്ലേ, ആ ഭാഗമാണ്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോങ് സ്റ്റിച്ച്, മെഷീൻ്റെ ഏറ്റവും ലെങ്ത്തിലുള്ള സ്റ്റിച്ച് ഇടുക. എൻ്റെ മെഷീനിൽ അത് 5 കിടക്കുന്നത്. ഞാൻ 5 സ്റ്റിച്ചിലിട്ടിട്ട് ആദ്യം ലോക്ക് ചെയ്തിട്ട് ഒരു 1 ഇഞ്ച് കഷ്ടി ഇങ്ങനെ പിടിച്ചിട്ട് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, മേളിലെ ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡിൽ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി താഴെ ചെറിയ ഗ്യാദേഴ്സ് വരും. ഇനി അതല്ലെങ്കിൽ കൂടെ നിങ്ങൾ ജസ്റ്റ് ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഈ പറഞ്ഞോണെ 5 ലെങ്ത് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഗ്യാദേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാമല്ലോ, ഇങ്ങനെ ചുരുക്കി കൊടുക്കാമല്ലോ, അങ്ങനെ ചെയ്തെടുക്കുക. ഈ പരിപാടി നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് ചെയ്ത് നോക്കണം, നല്ല രസമാണ്.
പിന്നെ പിടിക്കുമ്പോൾ ഒരുപാട് ടൈറ്റായി പോകരുത്, ഒരുപാട് ലൂസായാലും ഗ്യാദേഴ്സ് വീഴത്തില്ല. ഒരുവിധം ടൈറ്റായിട്ട്, അപ്പോൾ നമുക്ക് മനസ്സിലാവും പിടിക്കുന്ന ടെൻഷൻ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് വീഴുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ യോക്ക് ഭാഗവും ഈ ഗ്യാദേഴ്സ് വന്നിടവും കൂടെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിലും സെൻറ്റർ ടു സെൻറ്ററും എൻഡിങ്ങും ഇത് വേണമെങ്കിൽ ഒരു 3 പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഗ്യാദേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈവൻ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ വലിച്ചു പിടിക്കാനോ അങ്ങനെയൊന്നും നിൽക്കണ്ട. ഈ ക്രോസിലല്ലേ നമ്മൾ ആലിയ കട്ടിൻ്റെ കട്ടിങ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ നമ്മൾ വലിക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ സ്ട്രെച്ചായി പോവും. അപ്പോൾ അതിനൊരു ബയാസിറ്റി വരും. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവിടെ ഒരു ഏങ്കോണിപ്പൊക്കെ പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും മേളത്തെ ഭാഗമില്ലേ യോക്ക് പീസ് അത് വലിക്കരുത്. അതിന് പകരം താഴെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ താഴത്തെ ഗ്യാതറിങ് ഭാഗം താഴെ വെച്ചിട്ട് യോക്ക് പീസ് മുകളിൽ വെച്ചാണ് സ്റ്റിച്ച് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ തിരിച്ചും വെക്കാം. അതായത് യോക്ക് പീസ് താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഗ്യാദർ ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഒരു 2-3 സ്റ്റിച്ച് കൊടുക്കുക, ഓവർലോക്ക് ചെയ്യുക, ഷോൾഡർ ജോയിൻ ചെയ്യുക, സ്ലീവ് ജോയിൻ ചെയ്യുക, ബോഡി ഫുൾ അടിക്കുക. മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഗ്യാദേഴ്സിനെ നന്നായിട്ട് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അയൺ ചെയ്യുക. എളുപ്പത്തിനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് സ്റ്റീം അയൺ ഇല്ലാത്തവരോടാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഈ പൊങ്ങി നിൽക്കും ഈ കോട്ടൺ തുണി, അപ്പോൾ അതിനെ നന്നായിട്ട് ഒതുക്കി കൊടുക്കുക. അപ്പോൾ ശരി, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോയിലായിട്ട് വേഗം വരാം. അതുവരേക്കും ടാറ്റാ.